നമ്മുടെ മന്ത്രി സി പി ജോൺ നമ്മളൊക്കെ ഏറെ ആദരിച്ചിരുന്ന ഒരു നേതാവായിരുന്നു സി പി ജോൺ. അദ്ദേഹം എസ് എഫ് ഐയിൽ ആയിരുന്ന സമയത്തൊക്കെ തന്നെ അദ്ദേഹം സി പി എമ്മിൽ തുടർന്നിരുന്നുവെങ്കിൽ ഒരു സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയോ അതിന് എത്രയോ വർഷം മുമ്പ് മന്ത്രിയോ ഒരുപക്ഷെ മുഖ്യമന്ത്രി വരെ ആകാൻ യോഗ്യത ഉണ്ടായിരുന്ന, കാരണം സി പി എമ്മിനെ സംബന്ധിച്ച് അദ്ദേഹം കമ്മ്യൂണിസ്റ്റിൻ്റെ സൈദ്ധാന്തിക വശമാണെങ്കിൽ പ്രായോഗിക വശത്തെക്കുറിച്ച് നല്ല ധാരണ ഉള്ളൊരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം ഇപ്പോൾ ആദ്യമായിട്ടാണ് അദ്ദേഹം ഒരു ജനപ്രതിനിധിയാവുന്നത്. ഈ വി ഡി സതീശൻ മന്ത്രിസഭയിലെ ഗതാഗത മന്ത്രിയായിരിക്കണം അദ്ദേഹം. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഇന്ന് പാലക്കാട്ട് നടത്തിയ ഒരു പരാമർശം അദ്ദേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെല്ലാം തന്നെ മാറ്റിമറിക്കുന്നതാണ്. അദ്ദേഹം അതുകൊണ്ട് മണിയാശാൻ്റെ സ്കൂളിൽ പഠിക്കുകയാണോ എന്ന് സംശയിക്കുന്ന രീതിയിലാണ്. മനസ്സിലുള്ള വിഗ്രഹം പൊളിഞ്ഞടുങ്ങി എന്ന് അതെ 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 അതെ. എന്താണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ വിശദാംശങ്ങൾ? അതായത് മണിയാശ എന്ന് പറഞ്ഞ് നമ്മൾ കിറ്റ് വാങ്ങി നക്കിയിട്ട് മാറിക്കുത്തി എന്ന് മണിയാശാൻ പറഞ്ഞ പോലെ അതിന് സമാനമായ പറച്ചിലാണ് ഇന്ന് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. അതില് ഇപ്പൊ അദ്ദേഹം പറഞ്ഞത് പ്രിയദർശിനി UDF സൗജന്യ പദ്ധതിയാണല്ലോ, അതില് സ്ത്രീകൾ കൂട്ടത്തോടെ തിക്കി തിരക്കി കയറുന്നു, എന്നിട്ട് അവര് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന സ്കൂളിൽ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കുന്നില്ല. പകരം എന്നിട്ട് ഇവർക്ക് ചികിത്സിക്കാനായിട്ട് സർക്കാർ ആശുപത്രികളുടെ വരാന്തയിൽ സൗജന്യം കിട്ടുന്നതുകൊണ്ട് സർക്കാർ ആശുപത്രികളുടെ വരാന്തയിൽ പോയി കിടക്കുന്നു എന്നാണ് അദ്ദേഹം ഇന്ന് പരാമർശം നടത്തിയത്. ഇത് അദ്ദേഹം പറഞ്ഞ ചുരുക്കത്തിൽ സൗജന്യം അവിടെ കിട്ടും, അവിടെയെല്ലാം നമ്മുടെ ആൾ കയറി സ്ത്രീകൾ കയറി ചെല്ലുന്നു. ഇത് എന്താ നമ്മൾ മണിയാശാന്റെ കാര്യം പറയുന്നല്ലോ, മണിയാശാനും സി പി ജോണും തമ്മിൽ ഇപ്പൊ യാതൊരു വ്യത്യാസവും ഈ ഒരു കാര്യത്തില്ല. മണിയാശാൻ പറഞ്ഞ് കിറ്റ് വാങ്ങി നക്കി എന്ന് പറഞ്ഞതുപോലെ ഇവിടെ സി പി ജോൺ അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ആവശ്യപ്പെട്ടതൊന്നുമല്ല. ഈ ഒരിക്കലും ആവശ്യപ്പെട്ടില്ല. കേരളത്തിലെ സ്ത്രീകൾ മാത്രമല്ല, കേരളത്തിലെ ഒരു വലിയ ഭാഗം സ്ത്രീകൾ ഇപ്പോഴും അത് അംഗീകരിക്കുന്നതുമില്ല. ചില സ്ത്രീകൾ പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പോൾ ടിക്കറ്റ് എടുത്ത് തന്നെ യാത്ര ചെയ്യുന്നതാണ്. ഈ പ്രിയദർശിനി ബസ്സിക്കാർ ടിക്കറ്റ് എടുത്ത് പോകുന്ന സ്ത്രീകൾ ഇപ്പോഴും ഉണ്ടെന്ന് ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിൽ പലരും അതേക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. എനിക്ക് സൗജന്യം വേണ്ട. ചില ചാനലുകളുടെ ബൈറ്റിലൊക്കെ ആണെങ്കിലും ചില സ്ത്രീകൾ പറഞ്ഞിരുന്നു ഞങ്ങൾക്ക് വേണ്ട എന്ന് അവർ തന്നെ തുറന്നു പറഞ്ഞു. ഞങ്ങൾക്ക് ശമ്പളവും വരുമാനമൊക്കെ ഉള്ളവർ തന്നെയാണ്, ഞങ്ങൾ അങ്ങനെ രണ്ടാം തരം ആളുകളെ കണക്കാക്കേണ്ട കാര്യമൊന്നുമില്ല, ഞങ്ങൾക്ക് പണ്ടത്തെ പോലെയല്ല, ഞങ്ങൾ അടുക്കളയിരിക്കുന്ന സ്ത്രീകളല്ല, ഞങ്ങൾ പുറത്തുള്ള എല്ലാ മേഖലകളിലും സജീവമായി നിൽക്കുന്നവരാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ പോലെ ഉണ്ട്. അതേസമയം ഈ ബസ്സിൻ്റെ ഈ സേവനം പ്രയോജനപ്പെടുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പം, നെടുമങ്ങാട് എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടെ 2 തരം ബസ്സേ ഉള്ളൂ. ഒന്ന് ഫാസ്റ്റ് പാസഞ്ചർ, 2 ഈ ഓർഡിനറി ബസ്സാണ് മൊത്തം. ചുരുക്കത്തിൽ ഈ സ്ത്രീകൾ ഒരു ജംഗ്ഷനിൽ നിന്ന് ബസ്സിക്കാർ അടുത്ത ജംഗ്ഷൻ ഇറങ്ങുന്ന അവസ്ഥ വരെ ഇപ്പോൾ ഉണ്ട്. അവരത് പ്രയോജനപ്പെടുത്തിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല, സർക്കാർ പറഞ്ഞിട്ടാണല്ലോ, അല്ലാതെ അവർ ബലം പ്രയോഗം ചെയ്യുന്നൊന്നും അല്ലല്ലോ. അപ്പോൾ ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ഒരു കാലത്ത് ഒരുപാട് അടിച്ചമർത്തപ്പെട്ട ഒരു വിഭാഗമായിരുന്നവരാണ്. അവർക്ക് UD സതീശൻ സർക്കാർ നൽകിയ ഒരു സമ്മാനമായിട്ടാണ് നമ്മളിത് അന്നൊക്കെ എല്ലാവരും കണക്കാക്കിയിരുന്നത്. ഇതിനെ വിമർശിച്ചിരുന്നവർ പോലും ഇതിൻ്റെ ഗുണഭോക്താക്കളായി എന്നുള്ളതാണ്. ഇതിനെ വിമർശിച്ച സി പി നേതാക്കൾ വീട്ടുകാർ ബസ്സിക്കാരെ, അവർ സ്ത്രീകൾ ബസ്സിക്കാരെ അവർ ടിക്കറ്റ് എടുത്ത് യാത്രയില്ല. അല്ല, എന്നെ സംബന്ധിച്ച് എനിക്ക് വ്യക്തിപരമായിട്ട് ഈ പദ്ധതിയോട് ഞാൻ അന്നും ഇന്നും എതിർപ്പ് പ്രകടിപ്പിക്കുന്ന ഒരാളാണ്. അതിൻ്റെ കാരണം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ സി പി ജോൺ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം അത് മോശം തന്നെയാണ്. അതിൽ ഒന്നും പറയാനില്ല. പണ്ടത്തെ വലിയ ജന്മിമാരല്ലെങ്കിൽ വലിയ രാജാക്കന്മാര് പ്രജകൾക്ക് ചെയ്യുന്ന പോലത്തെ പരിപാടിയാണ്. സൗജന്യം തരുന്നു, ഞങ്ങളുടെ ഔദാര്യം എന്നുള്ള രീതിയിൽ ഇത് സി പി ജോൺ ഇത് പറഞ്ഞത് അങ്ങേയറ്റം മോശം. നമ്മൾ ഒരിക്കലും ഒരാളിന് ഉപകാരം ചെയ്തിട്ട് കണക്ക് പറയാൻ നിൽക്കരുത്. കണക്ക് പറയരുത്, അതിൻ്റെ ഫലം തീർന്നു എന്നാണ് എൻ്റെ അർത്ഥം. നമ്മളൊരു ഇന്ത്യൻ ഒരു ആത്മീയത അനുസരിച്ച് നമ്മൾ തന്നെ ഉപകാരം ചെയ്തിട്ട് നാട്ടുകാർ പറഞ്ഞിട്ടുണ്ടെന്ന് അതിൻ്റെ ഫലമില്ല എന്നാണ്. നിസ്സാര ചെറിയ കാര്യങ്ങൾ പോലും ചെയ്തിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകൾ പ്രാഞ്ചേട്ടന്മാരെ നമ്മുടെ നാട്ടിലുണ്ട്, എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തിട്ട്. അതേസമയം കോടികൾ സംഭാവന എടുത്തിട്ട് ഒന്നും മിണ്ടാതെ നടക്കുന്ന, ഒരിക്കലും മിണ്ടാത്ത എത്രയോ പേര്. അപ്പോൾ നമ്മുടെ സിനിമാ താരങ്ങളെ നമ്മൾ ഒരു കട ഉദ്ഘാടനത്തിന് വിളിക്കുകയാണെങ്കിൽ ലക്ഷങ്ങളാണ് അവർക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞ് 10, 15, 20 ലക്ഷം വാങ്ങിക്കുന്നവരൊക്കെ ഉണ്ടെന്ന് പറയും. പക്ഷേ നമ്മുടെ ജഗതി ശ്രീകുമാർ, അദ്ദേഹം ആരോഗ്യവാനായിരുന്ന മലയാള സിനിമയിൽ തിളങ്ങിയെന്ന സമയത്ത് അദ്ദേഹത്തെ ഏതെങ്കിലും ഉദ്ഘാടനത്തിന് ചെന്ന് വിളിച്ചാൽ, ഇത്ര ഷോപ്പാക്കി ഉദ്ഘാടനത്തിന് വിളിച്ചാൽ അദ്ദേഹം ചെയ്യുന്ന കാര്യം അദ്ദേഹം വരാമെന്ന് പറയും. പക്ഷേ അതിനു മുമ്പ് അദ്ദേഹം നമ്മുടെ നാട്ടിലെ കുറച്ച് അംഗീകൃത അനാഥാലയങ്ങളുടെ ലിസ്റ്റ് ചെയ്യും. ഇവിടെ എനിക്ക് അദ്ദേഹം ഒരു പ്രതിഫലം ചോദിക്കും, ആ തുക ഇവർക്കായി കൊടുക്കണം എന്ന് പറയുന്നത് കൊടുത്ത് അതിൻ്റെ റെസിപ്പി കൊണ്ടുവന്നാൽ മാത്രമേ അദ്ദേഹം ഈ ചടങ്ങിന് പങ്കെടുക്കുകയുള്ളായിരുന്നു പറയും. അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഒരു വലിപ്പമാണത്. പക്ഷേ അതൊരിക്കലും ആദ്യം ആരോടും പറയാറില്ല, അത് ഒരിടത്തും പ്രസംഗിച്ചിട്ടില്ല. പലരും പറഞ്ഞ്, സിനിമയിലുള്ള പലരും പറഞ്ഞു കേട്ട് അല്ലെങ്കിൽ അനുഭവത്തിൽ പറഞ്ഞ് നമുക്ക് അറിയാമെന്നുള്ളതാണ്. അതേസമയം നിസ്സാര ഒരു കാര്യം വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു കൊട്ടി കോഴിച്ചുണ്ടാക്കണ എത്രയോ പ്രാഞ്ചമാരെ നമ്മുടെ മാധ്യമ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഒരുപാടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സ്ത്രീകളെ ഇങ്ങനെ കളിയാക്കരുതായിരുന്നു എന്നുള്ളതാണ്. ഉപകാരം ചെയ്തിട്ട് കളിയാക്കരുത് പാടില്ലായിരുന്നു. ഇത് ഇപ്പോൾ ഇത് തീർത്തും സ്ത്രീവിരുദ്ധ പരാമർശം. നമ്മൾ മുൻപ് സതീശന്റെ ഇല്ലാത്ത പരാമർശത്തിൽ സ്ത്രീവിരുദ്ധത കണ്ടെത്തിയ സഖാക്കളെ പോലല്ല. മക്കള് മറ്റേ അമ്മായിമാരെ സ്ത്രീകള് മക്കളെ മരുമോളെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞ പോലെ അതുപോലെ അല്ല ഇത്. പറഞ്ഞത്. പക്ഷെ ഇത് തികച്ചും സ്ത്രീവിരുദ്ധ പരാമർശമാണ്. അതിനകത്ത് നമ്മൾക്ക് ന്യായീകരിക്കാൻ ഒരു തരത്തിലും അതിനെ ന്യായീകരിക്കാൻ കഴിയില്ല. ഒന്നെങ്കിൽ
മന്ത്രി ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പദ്ധതി ഇവിടെ പ്രഖ്യാപിക്കാൻ പാടില്ല എന്നായിരുന്നു. ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ട് ഞങ്ങളുടെ ഔദാര്യം എന്ന് പറയുന്നത് ഈ ടാക്സ് ഈ ജനങ്ങൾ കൊടുത്ത നികുതി പണത്തിൽ നിന്നല്ലേ ഇവർ തരുന്നത്, അല്ലാതെ ഇവരുടെ ആരുടെയും ശമ്പളത്തിൽ നിന്നോ ഇവരുടെ സ്വത്തത്തിൽ നിന്നോ ഒന്നും അല്ലല്ലോ. ഇവരാരുടെയും ഔദാര്യമല്ല, അവരുടെ ഔദാര്യമല്ല. ഇത് നമ്മുടെ ഇങ്ങോട്ടെന്ന് പറഞ്ഞാണ്. നിങ്ങൾക്ക് ഞങ്ങൾ സൗജന്യ അനുവദിച്ചിരിക്കുന്നു നമ്മുടെ സ്ത്രീകളോട് പറഞ്ഞിട്ട് മാത്രമല്ല ആശുപത്രി കേസ് നോക്കുന്നെടുക്കാം. ആശുപത്രിയിൽ നമ്മുടെ നാട്ടിൽ സർക്കാർ ആശുപത്രിയിൽ പോകുന്ന സ്ത്രീകളുടെ എണ്ണത്തെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. സർക്കാർ ആശുപത്രിയിൽ നമ്മുടെ സാധാരണക്കാർ തന്നെയാണ് അവിടെ പോകുന്നത് ഇഷ്ടം പോലെ. സാധാരണക്കാരായ സ്ത്രീകളെന്ന പുരുഷനെല്ലാവരും മാത്രമല്ല. ഇപ്പോൾ നമ്മൾ ഈ CP ജോണിന്റെ കാര്യം പറയുമ്പോൾ തന്നെ അദ്ദേഹം മുമ്പൊരിക്കൽ ഈ പ്രിയദർശിനിയുടെ ഉദ്ഘാടന സമയത്ത് ഇപ്പോൾ നമ്മൾ ഈ സ്ത്രീ വിരുദ്ധത മാത്രമേ പൊതുവെ ചർച്ച ചെയ്യപ്പെടുള്ളൂ. അന്ന് ഇതുപോലെ തന്നെ പുരുഷന്മാരെയും ആക്ഷേപിക്കുന്ന തരത്തിൽ അദ്ദേഹം ഒരു പ്രസ്താവന നടത്തിയിരുന്നു. പക്ഷെ അത് വലിയ രീതിയിൽ കാര്യമായി ചർച്ച ചെയ്ത് പോയില്ല എന്നുള്ളതായിരുന്നു അതിനകത്തെ ഒരു വസ്തുത. ഇപ്പോൾ ഇതും കൂടി നടത്തിയപ്പോൾ ഈ എന്താണ് നമ്മുടെ ഈ ഉള്ളിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ എത്ര മറച്ചു വെച്ച് കഴിഞ്ഞാലും വെളിച്ചാടും. അപ്പോൾ അത് ചിലപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൂടെ ആയിരിക്കും അത് പുറത്തു വരുന്നത്. അല്ലാതെ ശരിയാണ്. പല ആളുകൾ നമ്മുടെ നാട്ടിൽ ഈ ജാതിക്കും മതത്തിനൊക്കെ അതീതരായി പ്രസംഗിക്കുന്ന ചില ആളുകൾ അബദ്ധവശാൽ അവരുടെ വായിന്ന് ഈ ജാതി വർത്തമാനം വന്നിട്ടുണ്ടെന്ന് ഞാൻ പലത് പറഞ്ഞു കേട്ടു. നമുക്ക് അനുഭവമുള്ളതാണ്. വളരെ പ്രമുഖരായ ആളുകൾ, നമ്മൾ ആദരിക്കുന്ന ആളുകൾ പോലും അവർ ഈ കേരളത്തിലെ ഒരു പഴയ മരിച്ച ഒരു കവിയെക്കുറിച്ചൊരിക്കൽ അദ്ദേഹത്തിൻ്റെ അടുത്ത സുഹൃത്ത് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊക്കെതിരെ ശക്തമായി പോരാടിയ ഒരു മനുഷ്യൻ ജീവിത സായാഹ്നത്തിൽ എന്ത് പറഞ്ഞാലും ജാതി വർത്തമാനമേ പറയുള്ളായിരുന്നു പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ഞെട്ടിപ്പോയി. അദ്ദേഹം കേട്ടാൽ ജീവിച്ചിരിപ്പോൾ അദ്ദേഹം സംവിധായകനായിരുന്നു. CP പത്മകുമാർ നമ്മുടെ പ്രശസ്തന സംവിധായകനായിരുന്ന അരവിന്ദൻ്റെ അസോസിയേറ്റുകാരുന്ന ആളാണ്. അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഈ കവിയെക്കുറിച്ച്. കവി മരിച്ചു, അദ്ദേഹത്തെക്കുറിച്ച് പുള്ളി അത്ഭുതത്തോട് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞു. ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടം മുഴുവൻ വിപ്ലവം സാമൂഹ്യ നീതിയെക്കുറിച്ചൊക്കെ സംസാരിച്ച ഒരു മനുഷ്യൻ ജീവിത സഹായനായപ്പം നിരത്തി ജാതി പറയാം, എല്ലാം ജാതി. ഇപ്പോൾ ഈ അവർ അത്ഭുതപ്പെട്ടു എന്ന് പറഞ്ഞ് ഈ മനുഷ്യൻ എന്ത് സംഭവിച്ചു എന്നുള്ളത്. അപ്പോൾ അതുപോലെ CP ഉണ്ടെന്നാണ് സംഭവിച്ചതെന്ന് നമ്മൾ ആലോചിക്കണം. അദ്ദേഹം ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന ഒരാളാണ്. സ്ത്രീ പുരുഷ സമത്വത്തിനൊക്കെ വളരെ പ്രാധാന്യം നൽകുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. CPM അല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം. ഒരുപക്ഷെ അവരോട് വിയോജിപ്പുണ്ടായിരിക്കും അദ്ദേഹം MP രാഘവൻ്റെ കൂടെ ഈ പാർട്ടി ഇട്ടിട്ടൊക്കെ പോയത്. പക്ഷേ ഈ ഒരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു. അദ്ദേഹം ഒരു സീനിയർ നേതാവാണ്. അദ്ദേഹം CPM അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള മനുഷ്യനാണ്. അങ്ങനെയുള്ള ഒരാൾ പറയുമ്പോൾ അതൊരു മോശമാണ്. അദ്ദേഹം അതെ CPM കുറിച്ച് നമ്മളൊക്കെ എപ്പോഴും പറയാറുള്ള CPM പണ്ടേ മന്ത്രിയാകേണ്ടിരുന്ന ആളാണ്. അദ്ദേഹം എത്തേണ്ടിടത്തൊന്നും എത്തിയില്ല. CPM-ലായിരുന്നുവെങ്കിൽ അദ്ദേഹം തുറന്നിരുന്നു വലിയ വലിയ പദവികളെ തേടി എത്തുമായിരുന്നു എന്നുള്ളത്. പക്ഷേ എന്തുകൊണ്ട് അദ്ദേഹം ഗ്രൗണ്ട് റിയാലിറ്റി മനസ്സിലാക്കുന്നില്ല എന്നാണ് ഞാൻ പാലിക്കുക. അദ്ദേഹം സൈദ്ധാന്തികനൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് താഴെത്തട്ടിലുള്ള അണികളുമായി വലിയ ബന്ധമില്ലായിരുന്നോ എന്ന് സ്വാഭാവികമായി നമ്മൾ സംശയിക്കത്തക്ക രീതിയിലുള്ള ഒരു പരാമർശം അദ്ദേഹം ഇപ്പോൾ നടത്തിയത്. ഒരുപക്ഷെ നമ്മളിപ്പോൾ ഈ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ അദ്ദേഹം ഈ പറഞ്ഞതിനുള്ള വിശദീകരണം ഇപ്പം പറഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അധികം വൈകാതെ അത് പുറത്തു വരുമായിരിക്കും. പക്ഷേ അത് CPM നമ്മൾ പ്രതീക്ഷിച്ചില്ല. CPM നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചില്ല. നമ്മൾ വാവിട്ട വാക്കൊരിക്കലും തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന് പറയുന്നത് പോലെ. അത് ഇനിയിപ്പോൾ മന്ത്രി എത്ര ഒക്കെ പറഞ്ഞ് ന്യായീകരിച്ചാലും ആ പറഞ്ഞതിന് അതൊരിക്കലും ഒരു വിശദീകരണം അല്ല. മാത്രമല്ല ഇത് കൂടുതൽ വിശദീകരിക്കാൻ കൂടുതൽ കുഴയുള്ളൂ. തീർച്ചയായും കൂടുതൽ വിശദീകരിച്ച് കൂടുതൽ മോശമാവുകയുള്ളൂ. അപ്പോൾ ഇത് പണ്ട് നായനാർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹം ബലാത്സംഗത്തെക്കുറിച്ച് പരാമർശിച്ചത് അമേരിക്കയിൽ ചായ കുടിക്കും പോലെയാണ് അവിടെ ബലാത്സംഗം നടക്കുന്നത്, അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ലാന്ന രീതിയിൽ അദ്ദേഹം പ്രസംഗിച്ചു. ശരി, നായനാർ പെട്ടു അവസാനം. നായനാരായതുകൊണ്ട് ആൾ ക്ഷമിച്ചതായിരിക്കും. കാരണം നായനാർ ശൈലി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ തമാശ മട്ടിലിങ്ങനെ പറഞ്ഞു അവിടെ ചായ കുടിക്കും പോലെയാണ് ബലാത്സംഗം അമേരിക്ക നടന്നുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതുപോലും സ്ത്രീവിരുദ്ധ പരാമർശം അങ്ങനെ പറയാൻ പാടില്ല. നമ്മൾ എന്താണ് പറയുക, ജെൻഡർ ഇക്വാളിറ്റിയെക്കുറിച്ചും അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് വളരെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന, അല്ലെങ്കിൽ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ പോലെ സീനിയർ നേതാവ് അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ആരെങ്കിലും ഈ മന്ത്രിസഭയിലുള്ള മന്ത്രിമാർ പറഞ്ഞാൽ അവർ പറഞ്ഞ് തിരുത്തേണ്ട ആളായിരുന്നു CP ജോൺ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ പരാമർശത്തിൽ എനിക്കൊരു വാക്ക് വല്ലാതെ എനിക്കിത് തോന്നിയ തീരെ ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം, അതായത് സൗജന്യം പ്രതീക്ഷിച്ച് സർക്കാർ ആശുപത്രികളിലെ വരാന്തയിൽ പോയി കിടക്കുന്നു എന്ന് പറഞ്ഞ ഒരു പ്രയോഗം. അത് അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രയോഗത്തിൽ നമ്മൾ ഈ പണമുള്ളവരില്ലാത്തവനെ കാണുന്ന ഒരു വിവേചനത്തോടെ കാണുന്ന ഒരു മനോഭാവമുണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരൊറ്റ വാക്കിലൂടെ സാധാരണക്കാരെയും അല്ലെങ്കിൽ സാമ്പത്തികമായി താഴെയുള്ളവരെയൊക്കെ ആ ഒരു വിവേചനത്തോടെ കാണുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു തെളിവായിരുന്നു ആ പരാമർശം. കാരണം നമ്മൾ ഈ സർക്കാർ ആശുപത്രിയിൽ പോകുന്നത് അല്ലെങ്കിൽ ചികിത്സ ചെയ്യണം അതൊരിക്കലും ഒരു മോശം കാര്യമല്ല. ആ സൗകര്യത്തിൻ്റെ കുറവുണ്ടാവുക ഇത്തരത്തിലൊക്കെ കിടക്കുന്നത് അതൊരു എന്താണ് ഒരു മനുഷ്യന്റെ അവസ്ഥയെ ഒരു വളരെ മോശം വാക്കുകളോടെ ആക്ഷേപിക്കണം. ആശുപത്രിയുടെ വരാന്തപേ കിടക്കുന്നവരെന്ന് പറയുമ്പോൾ തന്നെ ആശുപത്രി കട്ടിലില്ല. ഒരു സർക്കാരിൻ്റെ പ്രതിനിധി പറയുകയാണ് ആശുപത്രിയിൽ എല്ലാം വരാന്തയിൽ കിടക്കണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു സംവിധാനം ഞങ്ങളത് ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതും കൂടെയാണ് അതിൻ്റെ ഒരു വേറൊരു ഇംപ്ലിക്കേഷൻ.
ഈ തള്ളിക്കയറുന്നു എന്നാണ് മന്ത്രി പറയുന്നതെങ്കിൽ അവിടെ കൃത്യമായിട്ടൊരു മാനദണ്ഡം കൊണ്ടുവരണമായിരുന്നു. ഉദാഹരണത്തിന് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ വയ്യാത്തവർ, എത്തരത്തിലൊരു കൃത്യമായ ഒരു മാനദണ്ഡം കൊണ്ടുവന്ന് വേണമായിരുന്നു. അങ്ങനെ ഒരു മാനദണ്ഡം കൊണ്ടുവരണമായിരുന്നു. ഇവിടെ അങ്ങനെ യാതൊരുവിധ മാനദണ്ഡങ്ങളും കൊണ്ടുവരാതെ എല്ലാ സ്ത്രീകൾക്കും സൗജന്യം എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ച ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ട് അതിനെതിരെ തിരിയുന്നത് ശരിയല്ല. മാത്രമല്ല, ഇതിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ ഇതിൻ്റെ 90% നല്ല വശം, അതിൻ്റെ മോശം വശമുണ്ട്. ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുമ്പോൾ, നെടുമങ്ങാട് ബസ് സ്റ്റാൻഡിൽ അടക്കം നിൽക്കുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള പൊന്മുടി ബസ് വന്നു. അറിയാലോ, ചെറിയ ബസ്സുകളാണ് പൊന്മുടി പോകുന്നത്, ചെറിയ മിനി ബസ്സുകളാണ്. ഈ ബസ് നിറയെ ആളാണ്, സ്ത്രീകളാണ് കൂടുതൽ. അവർ തിരുവനന്തപുരത്ത് നിന്ന് ഈ ബസ്സിൽ വരികയാണ്. അപ്പോൾ നെടുമങ്ങാട് എത്തിയപ്പോൾ കണ്ടക്ടർ പുറത്തോട്ട് വിളിച്ച് പറയുന്നുണ്ട്, ഇതിലാരും കയറണ്ട, ഇതിലാൾ മുഴുവൻ പൊന്മുടിക്ക് ടിക്കറ്റ് എടുത്തവരാണ് എന്ന് കണ്ടക്ടറിന് പറയുന്നുണ്ട്. ആൾ നിറഞ്ഞിരിക്കുകയാണ്. കാര്യം ഈ ബസ് എങ്ങനെയാണ് ഈ പൊന്മുടിയിൽ ഹൈ റേഞ്ചിൽ കൂടെ എത്രയും ആളിനെ വെച്ചുകൊണ്ട് യാത്ര ചെയ്യാന്നുള്ള സത്യം പറഞ്ഞാൽ ഞാൻ ഞെട്ടലോടാണ് അത് കണ്ടത്. ഇടയ്ക്ക് ഒരു ബസ്സിന് എന്തോ പ്രശ്നം ഉണ്ടാവുകയും ചെയ്തു. ഞങ്ങളുടെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഗവിയിൽ ഇതുപോലെ അവിടുത്തെ ബസ്സിൽ ഇത് പറഞ്ഞ പോലെ തന്നെയാണ് ഫുള്ളായിട്ട് ടിക്കറ്റ് എടുത്താണ്, സൗജന്യ ടിക്കറ്റിലാണ് അത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം എന്താണ് ഈ വിനോദയാത്രകൾക്കുള്ള സത്യം പറഞ്ഞാൽ അത്തരം സൗജന്യം ഒഴിവാക്കേണ്ടതായിരുന്നു. അല്ലെങ്കിൽ അത് ഫാസ്റ്റ് ആക്കണമായിരുന്നു. പൊന്മുടിക്കുള്ള ബസ്സിൽ ഫാസ്റ്റ് സർവീസ് ആക്കിയാലും മതിയായിരുന്നു. സിറ്റി ബസ് ഈ വിനോദസഞ്ചാരം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ജീവിതത്തിന്റെ ജീവിതത്തിൽ തീർത്ത ഒരു ആവശ്യമുള്ള കാര്യമല്ലല്ലോ. അല്ല, അതാണ് പറഞ്ഞത്. അന്ന് ആലോചിച്ചു. അപ്പോൾ അവിടെ നിന്ന് ഒരു മനുഷ്യൻ പറയുമായിരുന്നു, ഈ ബസ് കയറാൻ സാധിക്കാത്ത പുറത്തൊരു മനുഷ്യൻ പറയായിരുന്നു, പൊന്മുടിയിൽ പല തോട്ടങ്ങളുണ്ട്, ചില തോട്ടങ്ങൾ പൂട്ടി കിടക്കുന്നു, അവിടെ തൊഴിലാളികളുണ്ട് ഇഷ്ടം പോലെ. ഇവർക്ക് ആർക്കും ഇപ്പോൾ താഴോട്ട് ഇറങ്ങി വരാൻ പറ്റാത്ത അവസ്ഥയാണ്. താഴോട്ട് ഇറങ്ങി വരാനോ മുകളിലോട്ട് പോകാനോ പറ്റാത്ത അവസ്ഥയാണ്. അവിടെ വേറെ വണ്ടിയൊന്നും കിട്ടില്ല, ഓട്ടോറിക്ഷയിൽ നിന്നും പോകാൻ പറ്റില്ല. ഈ ബസ്സിലാണ് അവരൊക്കെ പോകേണ്ടത്. അപ്പോൾ വീട്ടിലേക്ക് അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് താഴെ വിതിരയിലോ ആനപ്പാറ കല്ലാറൊക്കെ വന്നിട്ട് സാധനം വാങ്ങിച്ചുകൊണ്ട് അവർക്ക് ഈ ബസ്സിൽ കയറി പോകാൻ പറ്റുന്നില്ല അങ്ങോട്ട്. ഇത്രയും സ്ത്രീകൾ തിരുവനന്തപുരത്ത് നിറഞ്ഞ് നിന്ന് വരുമെന്ന് പറയുമ്പോൾ പിന്നെ അതിൽ എവിടെ കയറാൻ പറ്റും ഇത്രയും ചെറിയ ഒരു മിനി ബസ്സിൽ? അപ്പോൾ ഇത് ഒരു കാര്യം നമ്മൾ നടപ്പിലാക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശങ്ങളും നോക്കി വേണം അവരെ നടപ്പിലാക്കാൻ. അത് നടപ്പിലാക്കി സംഭവിച്ചു അതിനൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള പ്രതിവിധികൾ ഇല്ലാതെയാണ് അവർ അടിയന്തരമായിട്ട് അങ്ങ് പ്രഖ്യാപിച്ചതെന്ന് തോന്നുന്നു. പക്ഷെ എന്താണെങ്കിലും CPI ഭാഗത്തുനിന്ന് നമ്മളത് മാത്രമല്ല മന്ത്രിയുടെ ഈ ഒരു സംസാരത്തിൽ നിന്ന് എനിക്ക് തോന്നുന്ന ഒരു സൂചന, ഇപ്പൊ തന്നെ KSRTC കുറച്ച് ബുദ്ധിമുട്ടിലാണെന്നുള്ള ഒരു പരോക്ഷമായിട്ടുള്ള ഒരു സൂചനയാണ് അദ്ദേഹം ഇവിടെ നൽകിയത്. നമുക്കറിയാം, നമുക്ക് സൗജന്യം പ്രഖ്യാപിച്ച ഒരു കാര്യങ്ങളും അധിക നാൾ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. ഒരു പക്ഷേ അതിലുള്ള ഒരു പ്രതിസന്ധി അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലൂടെ തെളിഞ്ഞത്. ഏതായാലും മന്ത്രി CPI ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.